20 ലക്ഷം രൂപ ഒരു വീടിന് മുടക്കിയല്ലോ. 100 വീടിന് എത്ര കോടി രൂപ വേണം? 20 കോടി രൂപ. 200 വീടിന് എത്ര വേണം? 40 കോടി. 300 വീടിന് 60 കോടി. 400 വീടിന് 80 കോടി. 400 വീടാണ് അവിടെ പണിയാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 80 കോടി രൂപ. ഒരു ഹോസ്പിറ്റൽ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഒരു സ്കൂൾ പണിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു 25 കോടി രൂപ. ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൂടെ ചേർന്ന് ഒരു 25 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര മുടക്കിയാലും എന്തൊക്കെ കാണിച്ചാലും 150 കോടി രൂപയുടെ നൂല് തരില്ല. ഈ 750 കോടിയുടെ ബാക്കി കോടി എവിടെ അറിയുന്നു? ഈ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏത് ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നു? ഈ 750 കോടിയുടെ ബാക്കി തുക എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ആ ചോദ്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ആ ചോദ്യങ്ങൾ വളരെ കൃത്യമായി ഉന്നയിച്ചിരിക്കും. ഈ കേരളത്തിൽ ടെൻഡറില്ലാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുത്ത വർക്കുകൾ ശുദ്ധ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. കോടതി കണ്ണൂരിലെ കോർപ്പറേഷൻ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് ഇവർക്ക് കൊടുത്ത ടെൻഡർ തന്നെ സുപ്രീം കോടതി റദ്ദാക്കി. വയനാട് നടന്നത് കാട്ടുകൊള്ളയാണ്. 750 കോടി രൂപയുടെ പ്രൊജക്ട് കൊടുത്തിട്ട് 150 കോടിക്ക് മുകളിൽ പോലും ചിലവില്ലാത്ത ഒരു പ്രൊജക്റ്റാണ് ഒരു ടെൻഡർ പോലും കൊടുക്കാതെ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ കൊടുത്ത ഡിവൈഎഫ്ഐ കൊടുത്ത 20 കോടി ഉണ്ടല്ലോ, അത് മറ്റൊരു തരത്തിൽ പാർട്ടി അക്കൗണ്ടിലേക്ക് 40-50 കോടിയായിട്ട് തിരിച്ചു വരുമെന്നുള്ള ആരോപണം ആണ് ഇനി നിലവിലുള്ളത്. അത് ഞങ്ങൾ വീണ്ടും ഉന്നയിക്കും.